ഹായ് വെൽക്കം ബാക്ക് സനം വ്ളോഗിൻ്റെ കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്താ വിശേഷങ്ങളൊക്കെ? ഞാനിപ്പം പറയുന്നത് എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ അടിപൊളി കമൻറ്റുകളൊക്കെ ഒന്ന് ചെയ്യണേ. എല്ലാവരും എൻ്റെ വീഡിയോ കാണാം. ഓക്കെ. രാവിലെ തന്നെ കണ്ടോ, അടിപൊളി വൈബാണ് കേട്ടോ. കാക്കകളുടെ ശബ്ദമെല്ലാം കേൾക്കാൻ പറ്റും. കിളികളുടെയും കാക്കകളുടെയും ശബ്ദം കേട്ടോ. ഇത് കണ്ടോ, ഇത് നമുക്ക് പൊട്ടിക്കാൻ എന്ത് രസം കണ്ടോ, സൗണ്ട് കേൾക്കാൻ പറ്റും. ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് വരുന്നത് ദോശയ്ക്കൊക്കെ അരിഞ്ഞിട്ട് കേട്ടോ. ആദ്യമൊക്കെ നല്ല ഇഷ്ടം, പക്ഷേ എനിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ അരിയുടെ ദോശ നല്ലതായിരുന്നു. ഇപ്പം ഇതിൽ പോരാ പച്ചരി ദോശ. പിന്നെ ചട്ടണി ഉണ്ടാക്കിയിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണ് കേട്ടോ. പിന്നെ ഞാൻ മുട്ടൻ്റെ തേങ്ങ ആദ്യം ഞാൻ നീരുള്ളി തക്കാളിയെല്ലാം ഇട്ട് മസാല ആക്കിയതിന് ശേഷം ഇതിനാവശ്യത്തിന് പിന്നെ മുളക് പൊടി, അതുപോലെ പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ. പച്ചമുളക് പിന്നെ വറുത്തരച്ച മുളക് പൊടിയാണെങ്കിൽ ബെറ്റർ ആണ് കേട്ടോ. ഇതിലിട്ട് മസാല ആക്കിയതിന് ശേഷം വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ഇടാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം ഇടാം. ഇതെല്ലാം മസാല ആക്കിയതിന് ശേഷം പിന്നെ കുറച്ച് നീരുള്ളി ഇതെല്ലാം വെന്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മുട്ട ഒഴിച്ച് കൊടുക്കാം. പിന്നെ മുട്ട ഒഴിച്ച് ഞാനിപ്പോൾ ഇതിലേക്ക് 3 മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല മുട്ട ഒരു ഒറ്റട്ടായി നിൽക്കുന്നത് വരെ നമ്മൾ ഇതിന് വേവിച്ചിങ്ങെടുക്കാം. അതിന് ശേഷം നേർപ്പിച്ച് തേങ്ങ ചിരകിയിട്ടതിന് ശേഷം നല്ല പാകത്തിലാക്കി എടുക്കാം. അടിപൊളി പത്തിരിക്കൽ സൂപ്പർ ആണ് കേട്ടോ. നമ്മൾ തേങ്ങ ഇതുണ്ടാവില്ലേ, നമ്മൾ ചിക്കൻ ഇതുപോലെ ഉണ്ടാക്കാം. ചിക്കൻ നമ്മൾ ചിക്കറിനെല്ലാം ഇതുപോലെ ഉണ്ടാക്കി തേങ്ങ പീര അങ്ങനെ പറയും കാസർഗോഡ് ഭാഷയിൽ. അതാണ് കേട്ടോ. പിന്നെ പൊരിക്കാണെങ്കിലും എളുപ്പത്തലിനാണ്, എല്ലാത്തിനും ബെറ്ററാണ് കേട്ടോ. പിന്നെ രാവിലെ തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷം ഇതൊക്കെയാണ്. പിന്നെ ഞാൻ ചോറിപ്പോൾ വാർത്തിട്ടുണ്ടായിരുന്നു. ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിത് ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടി രാവിലെ തന്നെ രാത്രി വെച്ചിട്ടുണ്ടായിരുന്നു റൈസ് കുക്കറിൽ. രാവിലെ ഞാൻ തിളപ്പിച്ച് വാർത്തു കേട്ടോ. ഇതിപ്പോൾ രാവിലെ നിന്ന് നോക്കാം, കാക്ക നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. എനിക്കെപ്പോഴും രാവിലെ ഇവിടേക്ക് ചില പണിയെടുക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. രാവിലെ കാക്കകളുടെയും വീട് കണ്ടില്ലേ, നായ ഇപ്പോൾ മുമ്പ് നായിൻ്റെ കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ മോളെ കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ പോകുന്നത്. നായ എന്തോ ഒരു ശല്യങ്ങളാണ് ഇവിടുത്തെ നായി. തേങ്ങ ഇങ്ങനെ പൂക്കുന്നത് കാണാം, തേങ്ങ കാക്കേൻ്റെ സൗണ്ടും. ഇവിടെ നല്ല രസമാണ് കേട്ടോ കിച്ചണിൽ. ഞാനിപ്പോൾ ഈ വീട് മാറുന്നതിന് ഇതുപോലത്തെ കിച്ചൺ തന്നെ കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ നല്ല തുറന്ന സ്ഥലമാണ് കിച്ചണിൽ, നമുക്ക് ജോലി ചെയ്യാൻ മടിയാവില്ല. നല്ല തുറന്ന സ്ഥലമാണ് കേട്ടോ. ഈ വീട് എത്ര ദിവസമായിട്ട് ഇത് അവർക്ക് വലിയ വീടുണ്ട്, 2 വീടുണ്ട്. അതിനിടയ്ക്ക് ഇത് അവർ വെറുതെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതാണ്. എന്ന് വിൽക്കുന്നവർ 5 ലാഖാണ് പറയുന്നത്. പിന്നെ അവിടെ അങ്ങ് ദൂരം കാണുന്നുണ്ട് ടവർ. അത് മുമ്പിടായിരുന്നു ഈ സ്ഥലത്തിലെ ടവറാണ് കേട്ടോ. ഒരു 4 വർഷം മുമ്പ് അവിടെ ആയിരുന്നു താമസം. അത് നിങ്ങൾക്ക് എൻ്റെ വീടുകളിൽ കാണാം കേട്ടോ. ഈ കൊണ്ടപ്പൂ കണ്ടോ, എന്ത് രസമാണ് കേട്ടോ. കണ്ടോ, അവിടെയൊക്കെ കണ്ടോ കുറേ വീടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ തെങ്ങുകളും കുറേ വീടുണ്ട്. എന്ത് ഇപ്പം ഇനിയിപ്പോൾ മഴ വന്നാലൊന്നും കേൾക്കണ്ട. ഈ ഫ്ലവർ കണ്ടോ, അവിടെ ഈ വീട്ടിലുണ്ടായിരുന്നില്ല ഫ്ലവർ വന്നിട്ട്
എന്ത് രസമാണ്. ഹിബിസ്കസും കട ഓപ്പൺ ചെയ്യാൻ പോകുന്നു. എല്ലാ പണിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇവിടെ എത്രയും പെട്ടെന്ന് കട ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്താന്ന് അല്ലെങ്കിൽ സാധനം വാങ്ങിക്കാൻ കുറച്ച് ദൂരമാണ്. എന്തെങ്കിലും ചില്ലറ സാധനങ്ങൾ തീർന്നു കഴിഞ്ഞു. ഇപ്രാവശ്യം മലയെ പിടിച്ചിട്ടില്ല കേട്ടോ, മല പിടിച്ചിട്ടില്ല. ഇത് കണ്ടോ, നിങ്ങൾ വീട്ടിന് പറ്റുന്നുണ്ടോ ഈ ചെടി? മരങ്ങളായി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാം. കണ്ടോ, പണ്ടത്തെ വീടോട്ടെ, പണ്ടത്തെ ഏരിയയിലും ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ ഞാൻ മോളെ മദ്രസയിൽ വിട്ട് മോളെയും കൊണ്ട് വരുന്നതാണ് കേട്ടോ. എന്നും പറയും എപ്പോഴും വരുന്നത് പോലെ തന്നെ രാവിലത്തെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്ത് വെയിലാന്ന് കേട്ടോ, മഷർ പോലെ വെയില. ഇത് 8 മണി കഴിഞ്ഞല്ലോ, അത് ഈ ടൈമിൽ വല്ലാത്തൊരു വെയിലാണ്. പിന്നെ ഇത് നോക്കിയ ഇച്ചിരി വെള്ളമില്ലേ, പൈപ്പ് പൊട്ടിയിട്ട് ഇങ്ങനെ വെള്ളം പോകുന്നതാണ്. അവർക്കെന്തേ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഒഴുകിപ്പോകുന്നത്. എവിടെയുള്ള അവർ വിളിച്ച് പറഞ്ഞു പോലും, അവിടെ വന്നിട്ടൊന്നുമില്ല. ഒരു വണ്ടി വരുന്നുണ്ട് അല്ലേ, പക്ഷെ ഇതാരുമല്ല കേട്ടോ, നമ്മുടെ വീട്ടിനടുത്തുണ്ടവര് വാടകയ്ക്ക് വിട്ട് കൊണ്ട് കൊണ്ടുപോയതാ. കറച്ചപ്പെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ പാടകന്തിക്ക് ചിക്കൻ ഉണ്ടോ? ചിക്കൻ മുരിങ്ങ കണ്ടോ? മുരിങ്ങ ഉണങ്ങി പോകുന്നുണ്ട് കേട്ടോ. മുരിങ്ങക്ക് എന്ത് വിലയുണ്ട് ഇവിടെ, നോക്ക്. ഇല്ലല്ലോ മല്ലിയുണ്ടല്ലേ, മാത്രമാണോ ഇല്ലത് കേട്ടോ. ഏതായാലും പോകുമ്പോൾ സമയത്ത് പഠിച്ചില്ല സൗണ്ട് കേൾക്കുന്നത്. പൊട്ടില്ലല്ലോ, ഓക്കെ. എടുത്തു, നല്ല മണമുണ്ട്. ഇത് നിന്ന് കൈ ചെറിയ തിന്ന കൈയോ. നേരം വെളുക്കുന്നു, പക്ഷെ ഇപ്പം നേരം വെളുത്തതേ ഉള്ളൂ. ബാബാ തൊട്ട് മതി, വന്നോ വാ. നേരം വെളുക്കുന്നു, പക്ഷെ ഇപ്പം നേരം വെളുത്തതേ ഉള്ളൂ കേട്ടാ. നമ്മ വീട്ടിൽ തറയി ഇനി പോകണം, യുദ്ധങ്ങൾ ഇല്ല, ഓഫീസിൽ പോകാനും വാ, ഓഫീസിൽ പോകാനും അങ്ങനെയൊക്കെ ഒരുങ്ങണം കേട്ടോ. ഇത് ഗ്രൗണ്ടാണ് കേട്ടോ, പിള്ളേർ കളിക്കുന്ന ഗ്രൗണ്ടാണ്, ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടാണ് കേട്ടോ. അങ്ങനെ വരും കുറേ വീടും കണ്ടോ. അതെടുത്തിട്ട് വാ. ഇതാണ് കേട്ടോ എൻ്റെ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. താഴെ സെക്കൻഡ്, മേലെ കണ്ടില്ലല്ലോ നിങ്ങൾ. ഇതാണ് കേട്ടോ, ബാക്ക് സൈഡ് സിറ്റ് ഔട്ട് ഭാഗത്താണ് കേട്ടോ. വീഡിയോ കാണിച്ചിട്ടില്ല, ഇതാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരുപാട് ഞാൻ ലൈവ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് തേങ്ങളൊക്കെ കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. ഇവിടെ നിന്നാലും നല്ല കാറ്റ് വരുന്നുണ്ട്.
ഞാൻ ഈ ഡ്യൂട്ടിയിലാണ് കേട്ടോ. അപ്പം ഇന്ന് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഡ്യൂട്ടി സമയത്ത്. തിരക്കാന്ന് ജസ്റ്റ് ഇങ്ങനത്തെ സ്വിമ്മിങ് കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ അങ്ങനെ സർവീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പാസ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ അത് അപ്പോയിൻമെൻ്റ് എടുക്കുന്നത്. പിന്നെ ചോറൊക്കെ കഴിച്ചു, അങ്ങനെ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഓഫീസ് നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. ലാപ്പ് ഓസിൻ്റെതാണ് കേട്ടോ, ഓസ് വർക്ക് ചെയ്യുന്നതാണ്. ഇത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നടന്നു വരുന്ന സമയത്ത് ബസ്സിൻ്റെ അടുത്ത് നിന്നൊരു 10 മിനിറ്റ് സമയം കേട്ടോ വീട്ടിലേക്ക് എത്താനും. വൈകിട്ട് 5 മണി